Der nostre vives in celis, sanctificetur nomen tuum. Good evening, everyone. This interior castle retreat with Father Jacob Mariadas has been one of its kind spiritual experience in my life. Avila Echo Spirituality Center in the green misty hills of Munnar is the best location to connect with the Creator through His creation. Silent, serene creation to experience the Creator. It is a retreat center with a resort atmosphere. This retreat is a welcome break from the other retreats. 9 days, small group of 11, emphasis on silence, prayer, confession, healing of the family tree, and the classes on the interior castle by St. Teresa of Avila. Father Jacob Mariadas, the barefooted preacher, is rooted in Eucharist, prayer, and fasting. He radiates peace and joy. He is humble and approachable. Listening to him, interacting with him, is like experiencing the various mansions of the interior castle. Thank you, Father, for your guidance and support. I recommend everyone to take the 9 days off and spend with yourself, your Creator, and His creation. I leave Munnar different, not more special, but more aware. Not perfect, but more free. More willing to know my own soul, and this is to know my Creator and to know my God inside my interior castle. ശുമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷെല്ലി. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ്. ഞാൻ 2 മാസം മുമ്പ് ഒരു ഈ സെയിം ധ്യാനം അറ്റൻഡ് ചെയ്തായിരുന്നു. ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷെ അത് ലൈക്ക് ഒരു കേക്കിൻ്റെ ഒരു സൈഡ് മാത്രം ടേസ്റ്റ് ചെയ്യുന്ന പോലെയായിരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി വരണമെന്നുണ്ടായിരുന്നു. എൻ്റെ ഫാമിലിയിൽ ഞാൻ പറഞ്ഞു. അപ്പം ഹസ്ബൻഡും ഞാനും കൂടി ഇത്തവണ വരാൻ പറ്റി. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഇപ്പം ഇവരെല്ലാം പറഞ്ഞതിൽ നിന്ന് വ്യത്യാസമായിട്ട് എൻ്റെ ഒരു ചെറിയൊരു അനുഭവം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയുടെ ഒരു വചനമുണ്ടല്ലോ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റാണ്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ ഈ റിട്രീറ്റിൻ്റെ ഒരു ഈ നമ്മുടെ പ്രാർത്ഥനയുടെയും എല്ലാ ശുശ്രൂഷകളുടെയും ഒരു ബേസായിട്ട് തോന്നിയത് അതാണ് എനിക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെ ജീവിക്കുക എന്നുള്ളത്. നമുക്ക് ദൈവസ്നേഹം, പരസ്നേഹം ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ ഈ രണ്ടാമത്തെ ഈ ധ്യാനത്തിൽ വന്നപ്പം കുറച്ചുകൂടി എനിക്കത് ആഴത്തിൽ ബോധ്യപ്പെട്ടു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബുക്കിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം വായിക്കാനിടയായി. ദ തേർഡ് ആൽഫബറ്റ് ഓഫ് സ്പിരിച്വാലിറ്റി എന്നുള്ളത്. അപ്പോൾ അമ്മ ത്രേസ്യയ്ക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത് ആ ബുക്ക് വായിച്ചിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു ഫ്രണ്ട് പേജ് മാത്രം വായിച്ചപ്പോൾ തന്നെ എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ച ഒരു ജസ്റ്റ് ഒരു വേഴ്സാണ്. സ്നേഹം സ്നേഹിക്കുന്നതിനെ സ്വന്തമാക്കുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ബോധ്യം, നമ്മൾ ദൈവത്തെ നമ്മുടെ എല്ലാം ലോകമോഹങ്ങളെല്ലാം വിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് സ്നേഹിക്കുമ്പം നമുക്ക് ദൈവത്തെ സ്വന്തമാക്കാൻ കഴിയും. അല്ലാതെ നമ്മൾ കുറേ നേരം പ്രാർത്ഥിച്ചിരുന്നിട്ട് അങ്ങനെയല്ല സ്വന്തമാക്കുന്നത്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് അത് അച്ഛൻ പഠിപ്പിച്ചു തന്നു. നമ്മൾ പരസ്നേഹത്തിൽ കൂടെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പം അതാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ആക്ട്. പിന്നെ നമ്മൾ ഈ ധ്യാനാത്മ പ്രാർത്ഥന ഒരു ആർട്ട് ഓഫ് ലവിങ് ആണെന്നും എനിക്കൊരു ബോധ്യം കിട്ടി. അപ്പോൾ നമ്മൾ കുറേ വാചിക പ്രാർത്ഥന ചൊല്ലണം, പക്ഷെ അത് എപ്പോഴും നമ്മൾ ധ്യാനാത്മക പ്രാർത്ഥനയിലോട്ട് ലീഡ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്കൊരു ഗൈഡൻസ് ആവശ്യമാണ്. അപ്പോൾ ജേക്കബ് അച്ഛൻ്റെ നിന്ന് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു ഗൈഡൻസ് ആയിരുന്നു. അപ്പോൾ ഈ സ്നേഹം, നമ്മൾ സ്നേഹിക്കുന്നതിനെ നമ്മൾ സ്വന്തമാക്കും. അപ്പോൾ നമ്മൾ പുണ്യങ്ങളെ സ്നേഹിച്ചാൽ ആ പുണ്യം നമ്മുടെ സ്വന്തമാവും. നമ്മൾ പാപങ്ങളെ സ്നേഹിച്ചാൽ പാപം നമ്മുടെ സ്വന്തമാവും. അപ്പോൾ എങ്ങനെ പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കണമെന്നും എങ്ങനെ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കണമെന്നും ഒരു ക്ലിയർ ഐഡിയ കിട്ടിയ ആ ഒരു വചനത്തിൽ കൂടെ. പിന്നെ അച്ഛൻ നമ്മുടെ ഈ ഫാമിലി ട്രീ പ്യൂരിഫിക്കേഷനിൽ അച്ഛന് പറയുന്ന ഒരു ഇതുണ്ട്. ഈശോയുടെ ഒരു തുള്ളി രക്തം മതി ശരിക്കും ഈ ലോകത്തെ മുഴുവൻ പാപമോചനത്തിന് വേണ്ടിയിട്ട്.
പക്ഷെ അപ്പം ഞാൻ ഇങ്ങനെ ഈ മെഡിറ്റേഷൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഈശോയോട് ചോദിച്ചു, എങ്കിൽ പിന്നെ ഈശോ എന്തിനാ മുഴുവൻ രക്തം ചിന്തി കുരിശിൽ മരിച്ചത്? അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പോൾ ഈശോ തന്നെ നമ്മൾക്ക് ഇങ്ങനെ ഈ മെഡിറ്റേഷൻ്റെ ഇടയ്ക്ക് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതൊരു എനിക്ക് ഒരു വേർഡാണ് കിട്ടിയത്, ഗ്രേസ് അപ്പോൺ ഗ്രേസ്. അത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ 1-ാം അധ്യായത്തിലെ വചനമാണ്. യേശുക്രിസ്തു വഴി നമുക്ക് കൃപയ്ക്ക് മേൽ കൃപ ലഭിക്കുന്നതെന്ന്. അപ്പോൾ ഈശോ അതെനിക്ക് പറഞ്ഞു തരുമായിരുന്നു. ഈ ലോകത്തിൽ ഈശോയോട് ഒന്നാകാനും നമുക്ക് നിത്യജീവൻ നേടാനും ഈശോ ഇവിടെ നമുക്ക് അത്രയും കൃപയ്ക്ക് മേൽ കൃപ നേടി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ സ്വീകരിക്കുന്നില്ല. അത് എങ്കിൽ അത് നമ്മുടെ അലസതയാണ്, നമ്മുടെ കുറവാണ്. നമുക്കത് സ്വീകരിക്കാനുള്ള ഇവിടെ അതിനുള്ള ഈശോ അതിനുള്ള കൃപ മുഴുവൻ നേടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു ആത്മീയ ബുക്കുകൾ വായിക്കുമ്പോഴും ധ്യാനങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ആ കൃപ ലഭിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ആത്മാവിൽ ഒത്തിരി ബോധ്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പം അതനുസരിച്ച് ഇനി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈശോയുടെ കൃപയെ തന്നെ ആശ്രയിക്കുന്നു. ദൈവത്തിന് സ്തുതി. നമസ്കാരം, എൻ്റെ പേര് ആൻ സെബാസ്റ്റ്യൻ. ഞാൻ ചാലക്കുടിയിലെ മാരാങ്കോട് സെൻറ്റ് ജോസഫ് ഇടവക അംഗമാണ്. എൻ്റെ പാരൻസ് ഫാദറും മദറും 2 മാസം മുൻപ് ഈ ആവില എക്കോ സ്പിരിച്വാലിറ്റി സെൻറ്ററിൽ ജേക്കബ് മരിയാദാസ് അച്ഛൻ്റെ ധ്യാനം കൂടിയ എക്സ്പീരിയൻസ് കേട്ടപ്പോഴാണ്. ഒരുപാട് ധ്യാനങ്ങൾ ചെറുപ്പം മുതലേ പാരൻസ് ആയാലും ഞാനായാലും പങ്കെടുക്കുന്നതാണ്. പക്ഷേ നമുക്കൊരു 9 ദിവസം സൈലൻ്റായിട്ട് സ്പിരിച്വലി അല്ലെങ്കിൽ കുറച്ചുകൂടിയും സൈലൻ്റ് ആയിട്ടുള്ള ഒരു ധ്യാനമാണെന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ അത് ഫോക്കസ് ചെയ്താണ് മെയിൻലി വന്നത്. അതുപോലെ തന്നെ വളരെ സൈലൻ്റായി സ്വയം സെൽഫ് റിയലൈസേഷനും അല്ലെങ്കിൽ ഒരു ജീസസ് എൻകൗണ്ടറിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറും എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഞാനിതിൽ ഏറ്റവും എടുത്തു പറയാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം, ഒരുപാട് ധ്യാനങ്ങളും ഒരുപാട് കാര്യങ്ങളും കൂടിയിട്ടുണ്ടെങ്കിലും അത് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തിയറി പാർട്ട് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ അക്കാഡമിക് സൈഡിൽ പറയുകയാണെങ്കിൽ നമ്മൾ തിയറി പഠിക്കും, ചിലപ്പോൾ മനസ്സിലാവും, ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷെ അതിൻ്റെ ഒരുപാട് പ്രാക്ടിക്കൽ സൈഡുകളാണ് നമ്മളെ എപ്പോഴും എക്സൈറ്റ് ചെയ്യിപ്പിക്കുക. നമ്മൾ ആ വിഷയം എന്ത് വിഷയമാണെങ്കിലും അത് നമ്മളിലേക്ക് നിറയ്ക്കുക. പക്ഷെ ഇവിടെ എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം, അതിൻ്റെ ഓപ്പോസിറ്റ് കാര്യമാണ് സംഭവിച്ചത്. തിയറി പോർഷൻ അമ്മ ത്രേസ്യയുടെ സ്പിരിച്വാലിറ്റിയുടെ 7 ഘട്ടങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ പൂർണ്ണമായിട്ട് ഒരു പ്രയർ ലൈഫിൻ്റെ റിയലൈസേഷൻ എനിക്ക് ഫീൽ ചെയ്തു എന്നാണ്. 1000 അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് നിറഞ്ഞ ഒരു ഫീൽ ഉണ്ടെങ്കിലും പ്രാക്ടിക്കൽ ലൈഫിലേക്ക് യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പലപ്പോഴും നമ്മൾ ശൂന്യമായിട്ട് അല്ലെങ്കിൽ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഏതവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത്, അതിൻ്റെ ഏറ്റവും റിയലൈസേഷനും തെറ്റുകൾ തിരുത്താനായാലും നമ്മുടെ ഒരു സ്പിരിച്വൽ ഒരു മെൻ്റൽ പീസ് നിലനിർത്താനൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കൊരു ധാരണ കിട്ടുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ കൂടുതൽ 90% കുറച്ച് ഒരു 50 വയസ്സിന് മേലെയുള്ള അവരാണ് വരുന്നതെന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്യുന്നത് ബൈബിൾ പറയുന്ന പോലെ ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നമ്മൾ പറയുന്ന കാലം വരുന്നതിന് യൗവനകാലത്തിൽ കർത്താവിനെ സ്മരിക്കുക അല്ലെങ്കിൽ ഈശോയെ കാണുക എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് പേരാണ് ഒരു ബിലോ 30 വയസ്സിന് താഴെ വരുന്നത്. അപ്പോൾ ഈ ഏജിൽ എനിക്കിത് പങ്കെടുക്കാൻ പറ്റിയത് ഒരുപാട് തിരക്കുള്ള ലോകത്തിൽ നിന്ന് സ്വയം തിരിച്ചറിയാനും ഒരു പ്രാക്ടീസിങ് ക്രിസ്ത്യൻ എന്നതിനപ്പുറം സ്പിരിച്വൽ ബേസ് ഉള്ള സ്പിരിച്വലി റൂട്ടഡ് ആയിട്ടുള്ള ഒരു നല്ല മനുഷ്യനാവാൻ നമ്മളെ പഠിപ്പിച്ച നമ്മളെ ശീലിപ്പിച്ച ഒരു ഇടമാണ്. താങ്ക് യു. പ്രൈസ് ലോർഡ്. ഫെബിന്നാണ്, ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ജേക്കബ് അച്ഛൻ്റെ ആദ്യ ആഭ്യന്തര ഹർമ്മ്യം എന്ന ഈ ഒരു റിട്രീറ്റ് കൂടി അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒത്തിരി ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച ഒരു റിട്രീറ്റാണ്. പ്രത്യേകിച്ച് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതി വേദപാരംഗതയാണ്. പ്രത്യേകിച്ച് കർമ്മല സഭയുടെ പ്രത്യേക വിശുദ്ധിയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ അമ്മ ത്രേസ്യയുടെ ഈ ഒരു ആധ്യാത്മികത ഓരോ ക്രൈസ്തവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു വിശുദ്ധ ആത്മാവാവണമെങ്കിൽ പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലൂടെ, പ്രത്യേകിച്ച് 7 സദനങ്ങളിലൂടെ കടന്നു പോകുന്നതൊക്കെ വളരെ ലളിതമായ ഭാഷയിൽ അച്ഛൻ്റെ ക്ലാസ്സിലൂടെയൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പോലും കർത്താവിൻ്റെ വലിയ കരുണ, പ്രത്യേകിച്ച് കേരള സഭയ്ക്ക് വലിയൊരു അനുഗ്രഹമാണ്
ഈ ഇത്തരത്തിലുള്ള റിട്രീറ്റ് പ്രത്യേകമായിട്ട് ഒരു നല്ലൊരു അന്തരീക്ഷത്തിൽ, നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ, ഒരു പൂർണ്ണമായിട്ടും നിശബ്ദതയിൽ കർത്താവിൻ്റെ സ്വരം കേൾക്കാനൊക്കെ ഈ ഒരു സമയങ്ങളിൽ സാധിച്ചു. ദിവസങ്ങളിലൊക്കെ ദൈവത്തിന് നന്ദി പറയാണ്. പ്രത്യേകിച്ച് അച്ഛനോടും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ റിട്രീറ്റുമായി ബന്ധപ്പെട്ട് കർമ്മല സഭ ഒത്തിരി ഇനീഷ്യേറ്റീവുകൾ നടത്തുന്നുണ്ട്. പ്രത്യേകമായിട്ട് സഭയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് സിജി രാജു. ഞാൻ എറണാകുളം ജില്ലയിലെ പഴങ്ങനാട് സെൻറ്റ് അഗസ്റ്റ്യൻസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഏറെ സ്നേഹിച്ചിരുന്നതാണ്, നിശബ്ദമായ പ്രാർത്ഥന ഞാൻ അഭ്യസിച്ചിരുന്നതുമാണ്. പക്ഷെ അതിൻ്റെ ഒരു കുറച്ചും കൂടെ ആഴങ്ങളിലേക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നും കൂടുതൽ കോണ്ടംപ്ലേറ്റീവായിട്ട് പ്രെയർ ചെയ്യണമെന്നും വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുടുംബ സാഹചര്യങ്ങളിൽ കുടുംബത്തിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും അതിന് സാധിച്ചിരുന്നില്ല. പക്ഷേ നന്മ മരത്തിൽ യൂട്യൂബ് ചാനലിൽ ഈ ആധ്യാത്മികതയുടെ അവസാന വാക്കെന്നും പറഞ്ഞ് ഈ ധ്യാനത്തെക്കുറിച്ച് കണ്ടപ്പോൾ ഞാൻ അന്ന് എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടതായിരുന്നു, എനിക്ക് എന്തായാലും ഈ ധ്യാനത്തിൽ പങ്കെടുക്കണം. പക്ഷേ എനിക്ക് ഒരിക്കലും, ഞാൻ 1 മാസം മുമ്പാണ് ഇത് കണ്ടത്. അന്നോട്ട് ഞാൻ പൗലോസ് ബ്രദറിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ എനിക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല എനിക്ക് ഇതിനകത്ത് സംബന്ധിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഈശോ എന്നെ അത്ഭുതകരമായിട്ട് എല്ലാ സാഹചര്യങ്ങളിലെയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ അനുവദിച്ചു എന്നതിന് ഞാൻ ദൈവത്തിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. പിന്നെ ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് എടുക്കുന്ന ജേക്കബ് മരിയദാസിന്, അച്ഛനോടും പൗലോസ് സാറിനോടും ഒക്കെ ഒരു ഡെഡിക്കേഷനും പിന്നെ ഇവിടുത്തെ പ്രശാന്തമായ അന്തരീക്ഷവും അടുക്കളയിൽ നല്ല ഭക്ഷണവും എല്ലാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ആദ്യമേ നന്ദി പറയുന്നു. പിന്നെ ഈ ധ്യാനത്തിനെ കുറിച്ച് പറയുമ്പോൾ രാവിലെയുള്ള കോണ്ടംപ്ലേറ്റീവ് പ്രെയർ നമുക്ക് ഈശോയിനെ അനുഭവിച്ചറിയുവാൻ, ഈശോയുടെ ഓരോ വചന അനുസൃതമായിട്ട് ഈശോനെ ധ്യാനിക്കുവാനും അതിലൂടെ നമുക്ക് കിട്ടുന്ന നിവേശിതമായ ബോധ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള ശക്തി കിട്ടുന്ന തരത്തിൽ ഉള്ള ധ്യാനം ഏത് സാധാരണക്കാരിലേക്കും എത്തിക്കാൻ സാധിക്കും ഈ ഇവിടെ നടത്തുന്ന ഈ പ്രാക്ടീസിലൂടെ. അത് ഡെയിലി മുടക്കം കൂടാതെ പ്രാക്ടീസ് ചെയ്യുന്ന വഴി ആർക്കും സാധിക്കും. അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമാണ്. കൂടാതെ അവിടുത്തെ സാന്നിധ്യത്തിലാണ് ആനന്ദത്തിൻ്റെ പൂർണ്ണത. സങ്കീർത്തനം 16:11 തിരുവചനത്തിൻ്റെ അനുസൃതമായിട്ട് ദൈവ സാന്നിധ്യ സ്മരണയിൽ നിലനിൽക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക എന്ന യഥാർത്ഥമായ ദിശാബോധം ഇവിടെ നിന്ന് കിട്ടി. പിന്നെ പറയുകയാണെങ്കിൽ ആഭ്യന്തര ഹർമ്മ്യത്തിൻ്റെ, വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ആഭ്യന്തര ഹർമ്മ്യത്തിൻ്റെ ആ ചാപ്റ്റേഴ്സിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ഒരുക്കങ്ങൾ വളരെയധികം ശ്രദ്ധേയമായിരുന്നു. ഹൃദയം തുറന്ന് കുമ്പസാരിക്കാനും കൂടാതെ ആന്തരിക ഇന്ദ്രിയങ്ങളുടെ വിശുദ്ധീകരണവും പിന്നെ തലമുറകളുടെ വിശുദ്ധീകരണം എന്ന ഒരു ദിവസം ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ വെച്ച് നടക്കുന്ന ശുശ്രൂഷയും എല്ലാം വളരെ വ്യത്യസ്തമായിട്ട് അനുഭവപ്പെട്ടു. തലമുറകളുടെ വിശുദ്ധീകരണം കഴിഞ്ഞപ്പം കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആഴമായ ഒരു അനുഭവം, ഒരു അനുതാപത്തിൻ്റെ അനുഭവം ഹൃദയത്തിനെ ടച്ച് ചെയ്തതായിട്ടും ഹൃദയം തുറന്ന് കരയുന്ന ഒരു അനുഭൂതി ആ സമയത്ത് അനുഭവപ്പെട്ടതായിട്ടും അറിയാൻ സാധിച്ചു. അതിനുശേഷം കുറച്ചുകൂടെ നിശബ്ദമായിട്ട് ഇരിക്കാനും ഓരോ വചനങ്ങൾ ധ്യാനിക്കാനും ഉള്ള ഒരു പ്രചോദനം കിട്ടി. പിന്നെ ആഭ്യന്തര ഹർമ്മ്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വേദപരംഗതയായ അമ്മ ത്രേസ്യയുടെ ഏറ്റവും ക്ലാസിക്കലായ ഗ്രന്ഥമാണ് ആഭ്യന്തര ഹർമ്മ്യം. അപ്പം അതിൻ്റെ ഓരോ ചാപ്റ്റേഴ്സും ഓരോ സദനങ്ങളും ഒരു പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ഉണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളും പ്രാർത്ഥനയെ എങ്ങനെയാണ് ഓരോരോ കവാടങ്ങളിലേക്ക് കടന്നു പോകേണ്ടത് എന്നുള്ള ഉൾക്കാഴ്ചകളും പ്രാർത്ഥനാ ജീവിതത്തിൽ പുറകോട്ട് വലിക്കാവുന്ന ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ഗ്രഹിക്കുവാനും അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന ദൈവ ഐക്യം അല്ലെങ്കിൽ സ്പിരിച്വൽ മാരേജിൽ എത്തേണ്ടത് എങ്ങനെയെന്നും പഠിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് അതനുസരിച്ച് പുനഃക്രമീകരിക്കാനും ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ ടീം അംഗങ്ങൾക്കെല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി. ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഷാർജ സെൻറ്റ് മൈക്കിൾസ് പാരിഷിൻ്റെ മെമ്പറാണ്. ഞാനിത് 2ാമത്തെ പ്രാവശ്യമാണ് ഈ ധ്യാനം കൂടുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ
ഇവിടെ വന്ന് ധ്യാനം കൂടിയിരുന്നു. അന്നേരം ഈ ധ്യാനം തന്നെ ഒന്നുകൂടെ കൂടണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. തമ്പുരാനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കൂടാൻ സാധിച്ചിരുന്നെങ്കിൽ. ആ ആഗ്രഹം ദൈവം പെട്ടെന്ന് തന്നെ സാധിച്ചു തന്നു. ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഇത് നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവായ ദൈവവുമായിട്ട് ഐക്യപ്പെടുത്തുന്ന ധ്യാനമാണ്. അമത്രേസ്യ പുണ്യവതിയുടെ ആഭ്യന്തര ഹർമ്മ്യം ആ പുസ്തകത്തെ അച്ഛൻ നല്ല ലളിതമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരും. ഞാൻ ആ പുസ്തകം വർഷങ്ങൾക്ക് മുൻപ് വാങ്ങി എൻ്റെ കയ്യിൽ വെച്ചിട്ട് വായിക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ കുറച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത് കാര്യമായിട്ട് മനസ്സിലായില്ല. അങ്ങനെ അത് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അച്ഛൻ അത് വിശദീകരിച്ച് തന്നപ്പോൾ കുറച്ച് മനസ്സിലായി. എന്നാലും എനിക്ക് ശരിക്കൊന്നും മനസ്സിലായില്ല. ഇപ്രാവശ്യം ക്ലാസ്സുകൾ കേട്ടപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കുറച്ചും കൂടെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. എങ്ങനെയാണ് ദൈവാത്മാവുമായിട്ട് ഐക്യപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നതെന്ന്. ദൈവത്തോട് എപ്പോഴും ഹൃദയത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന്, ആത്മാവിൽ നിന്ന് സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇതൊരിക്കലും ഒരു ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയല്ല. നമ്മുടെ ആത്മാവ് നിത്യതയിലെത്തുവോളം തമ്പുരാനുമായിട്ട് ലയിച്ച് ചേർന്ന് ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അതാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ആ ഒരു കൃപ ദൈവം തന്നെ തരണം. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ എല്ലാവരും വന്ന് ധ്യാനം കൂടുക, അതാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഇത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ആധ്യാത്മികമായിട്ട് ഒത്തിരി വളരാനായിട്ട് സാധിക്കും. അപ്പോൾ ധ്യാനം നടത്തുന്ന നമ്മുടെ ധ്യാന ഗുരുവായ ജേക്കബ് മരിയാദാസ് അച്ഛന് നന്ദി പറയുന്നു. ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന പൗലോ സാറിന് നന്ദി പറയുന്നു. പിന്നെ ഈ ആവില റിട്രീറ്റ് സെൻ്ററിലുള്ള ഞങ്ങളോടുകൂടെ സഹകരിച്ച് ഇത് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് എലിസബത്ത്. ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. ഞാൻ ഈ ധ്യാനത്തെക്കുറിച്ച് കേട്ടിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി. പലപ്പോഴും വരണമെന്ന് ആഗ്രഹിച്ചാലും അതിന് പല തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈവകൃപയാൽ ഇപ്പോഴാണ് ഇതിൽ പങ്കെടുക്കാനുള്ള അനുഗ്രഹം എനിക്ക് കിട്ടിയത്. ഞാൻ ഈ അവിലാസത്തിൽ വന്നപ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ആത്മീയത നമുക്ക് തന്നെ അനുഭവപ്പെട്ടുന്നു. ഇവിടുത്തെ ഇതിൻ്റെ ലൊക്കേഷനിൽ നിന്ന് നമുക്ക് വളരെ കണ്ണിന് നയനായതും വരെയുണ്ട്. പിന്നെ പ്രാർത്ഥനാനുഭവത്തിലായാലും ഇവിടെ എല്ലായിടത്തും ആ ഒരു ദൈവത്തിൻ്റെ ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ കാലത്ത് തന്നെ എല്ലാ ദിവസവും ആദ്യകാലത്തുള്ള ആ മെഡിറ്റേഷൻ അത് വളരെ നല്ലതായിരുന്നു. 1 മണിക്കൂർ നേരം നമ്മൾ ദൈവത്തോടുകൂടി ദൈവത്തിൻ്റെ ആത്മാവിൽ അലിഞ്ഞ് നമ്മൾ ഇരിക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം നമുക്ക് അനുഭവിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പം എല്ലാ ദിവസവും കുർബാനയിൽ എനിക്ക് വളരെ സന്തോഷമായി. ഒത്തിരി ഞാൻ കുറേ കാലമായി ഞാൻ ഈ കുർബാന ഇങ്ങനെ മുഴുവനായിട്ട് പങ്കെടുക്കാനുള്ളൊരു ആദ്യത്തെ ദിവസം വന്നു ശരിക്കും ഞാൻ കുർബാനയിൽ ശരിക്കും കരയായിരുന്നു. എനിക്ക് അത്ര സന്തോഷം. കുറേ കാലമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ അവിടെ എറണാകുളം അവിടേക്ക് ഇങ്ങനെ കുർബാനയ്ക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷം. എല്ലാ ദിവസവും കുർബാന എനിക്ക് കൂടാൻ പറ്റുന്നത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുമ്പസാരിക്കാനും ഉള്ളു തുറന്നിടണം കുമ്പസാരിക്കാനുള്ള അനുഗ്രഹം കിട്ടി. പിന്നെ അതിന് ശേഷം ഒരു ദിവസം മുഴുവനും ആരാധനയിലിരുന്നിട്ട് അതിന് ശേഷമാണ് ഇപ്പോൾ കുടുംബപുരുഷത്തിൻ്റെ ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥന നടന്നത്. അത് കുടുംബത്തിൻ്റെ ശാഖകളെ വിശദീകരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെയായിരുന്നു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ലോകത്തിനോട് നമുക്ക് ഇവിടെ ഒരു ലോക അരൂപിയോടാണല്ലോ നമ്മളെപ്പോഴും ചേർന്ന് നിൽക്കണേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലിരുന്നു കൊണ്ട് ഇപ്പോൾ ഈ അഭ്യന്തര കർമ്മ ധ്യാനത്തിനെ കുറിച്ചുള്ള ഓരോ ഇതുകളെക്കുറിച്ചും ജേക്കബച്ചൻ പറഞ്ഞു തന്നപ്പോൾ അത് യേശു ശിഷ്യന്മാരൊക്കെ ഒന്നിച്ച് നടന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ക്ലാസ്സിലിരുന്നു കൊണ്ട് ഓരോ കാര്യങ്ങളും വളരെ ലളിതമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ആ പുസ്തകം എടുത്ത് വായിച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം അത് ഒരുമിച്ചിരുന്ന് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒത്തിരി മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞവർ ആദ്യം തന്നെ നമ്മൾ പാപത്തിൽ നിന്ന് വിടുതൽ വാങ്ങുകയും പിന്നെ അത് കഴിഞ്ഞ് ധനത്തിനോടുള്ള ആസക്തി അതിൽ നിന്ന് വിടുതൽ വാങ്ങണം. പിന്നെ അത് കഴിഞ്ഞ് ദൈവത്തെ കണ്ടുമുട്ടുന്നു. പിന്നെ അവസാനം പിന്നെ നമ്മളത് ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് ധ്യാനങ്ങൾ ഒത്തിരി പല സ്ഥലങ്ങളും കൂടിയിട്ടുണ്ടെങ്കിലും ഇതൊരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു നമുക്ക് കിട്ടിയത്. ഇത് അങ്ങനെ മറ്റത് നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. കാലത്തൊട്ട് നമ്മൾ ഒത്തിരി നേരം രാത്രിയാവുന്നവരെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നി. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും തോന്നില്ല. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ഒരുമിച്ച് ചേരുന്ന പോലെ ഉള്ളൊരിത് അനുഭവപ്പെട്ടത്. പിന്നെ ഇവിടുത്തെ
താമസം, പിന്നെ ഭക്ഷണം, അതൊക്കെ വളരെ നല്ലതായിരുന്നു. എല്ലാം കൊണ്ടും അതുപോലെ എല്ലാവരും ആയിട്ട് ഭയങ്കര സന്തോഷമാണ് നമുക്ക് തോന്നിയത്. കുറച്ച് ദിവസം 9 ദിവസം ഇങ്ങനെ വന്ന് വരികയെന്ന് പറഞ്ഞപ്പോൾ അന്ന് വിചാരിച്ചു, ദൈവമേ 9 ദിവസം ഇത്ര മാറി നിൽക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ദൈവം ഇവിടെ കൊണ്ടു കഴിഞ്ഞപ്പോൾ ഈ 9 ദിവസം പോയത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇന്നലെ ഞങ്ങൾ പറയായിരുന്നു നാളത്തോടുകൂടി കഴിയല്ലേ എന്ന് പറയായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ടെൻഷനൊക്കെ ഉള്ളവർക്കൊക്കെ ഒരുമിച്ച് ഇവിടെ വന്ന് ഇവിടെ കുറച്ച് ദിവസം താമസിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ടെൻഷൻ ഫ്രീ ആവാനും പറ്റും. ആദ്യകൽപ്പതിന് ആധ്യാത്മികതയിൽ നമുക്ക് വളരാനുള്ള ഒരു അനുഗ്രഹം കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം ദൈവം എനിക്ക് ഒരുക്കി തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവർക്കും പറയുന്നു, എല്ലാവരോടും സാധിക്കുന്നവരെല്ലാവരും ഇവിടെ വരികയും ഈ ധ്യാനത്തിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യും. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് മേരി ജോസഫ്. ഞാൻ ജേക്കബ് മരിയദാസ് അച്ഛൻ്റെ ആഭ്യന്തര ഹർമ്മ ധ്യാനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മുതൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ദൈവകൃപയാൽ ഇപ്പോൾ എനിക്കതിൽ പങ്കെടുക്കാനുള്ള കൃപ ലഭിച്ചു. ദൈവത്തിന് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. എല്ലാ ധ്യാന ദിവസങ്ങളിലും രാവിലെയുള്ള 1 മണിക്കൂറുള്ള ധ്യാനം, അതിനുശേഷം ബുദ്ധി, മനസ്സ്, ഓർമ്മ ഇവയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷ, പിന്നെ ഒരു ദിവസം മുഴുവനും ദിവികാരുണ്യത്തിന് മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങിയ ശേഷമുള്ള തലമുറകളുടെ സൗഖ്യത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷ, പിന്നെ ആഭ്യന്തര കർമ്മത്തിലെ 7 സദനങ്ങളെക്കുറിച്ചുള്ള പഠനം, ഇവയെല്ലാം വളരെ ഫലദായകമായിരുന്നു. ജേക്കബ് അച്ഛനും പൗലോസ് സാറിനും വളരെയധികം നന്ദി. താമസം, ഭക്ഷണം എല്ലാം വളരെ നന്നായിരുന്നു. ഇനിയും പങ്കെടുക്കാൻ സാധിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ പോകുന്നത്. നന്ദി. എൻ്റെ പേര് മെബിൻ കുര്യൻ. ഞാൻ പാലായിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഈ ധ്യാനത്തെ പറ്റി കേട്ടറിഞ്ഞത് എൻ്റെ മമ്മിയും കുറച്ച് നാൾ മുമ്പ് ധ്യാനം കൂടാൻ വന്നിരുന്നത്. അങ്ങനെയാണ് ഞാൻ കേട്ടറിഞ്ഞത്. പക്ഷേ എന്നാലും ധ്യാനം കൂടണമെന്ന് താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തോടുള്ള വിശ്വാസം കൊണ്ടോ ഒന്നുമില്ല ഞാൻ ഇവിടെ വന്നതും ഇല്ല. പക്ഷേ എനിക്കൊരു ധ്യാനം കൂടണമെന്നൊരു ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നലുണ്ടായിരുന്നു. ആ ഒരു ഇതിൽ വെച്ചിട്ട് ഞാനിങ്ങനെ വന്നതാണ്. പക്ഷേ എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായത്. ധ്യാനത്തിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലാക്കി പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്രീഡം, നല്ല രീതിയിലിരുന്ന് ബാക്കിയുള്ള ധ്യാനത്തെ പോലെയല്ല, ഒരു ഒച്ചപ്പാട് ബഹളമൊന്നുമില്ല. അറ്റ്മോസ്ഫിയർ ടോട്ടലി സൈലൻ്റ് ആണ്. ദൈവത്തോടിരുന്നോ ഒറ്റയ്ക്കിരുന്നോ നമുക്ക് ഒരു നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും കർത്താവുമായിട്ട്. അതുപോലെ നല്ലൊരു പീസ്ഫുൾനെസ് ഫീൽ ചെയ്യും. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് ഇവിടുത്തെ കുമ്പസാരമാണ്. ആ കുമ്പസാരിച്ച് കഴിഞ്ഞപ്പം ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് ക്ലാസ് അച്ഛൻ പറഞ്ഞു, നമ്മൾ നല്ലൊരു കുമ്പസാരം നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലൊരു ഭാരം ഇറങ്ങിപ്പോൾ ഭാരം ഇറങ്ങും. ഞാൻ വലിയ കാര്യമായിട്ട് വിശ്വസിച്ചില്ല, കേട്ടിട്ടുണ്ടെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ അത് ശരിക്കും റിയലായിട്ട് ഞാൻ നന്നായിട്ടൊരു കുമ്പസാരം ചെയ്ത് കഴിഞ്ഞപ്പം ശരിക്കും എനിക്കത് ഫീൽ ചെയ്തു. അതാണ് എൻ്റെ മുഖത്ത് തന്നെ നല്ലൊരു പ്രസന്നത എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു ഉള്ളിൽ തന്നെ. പിന്നെ രണ്ടാമത്തേത് നമ്മുടെ തലമുറകളുടെ സൗഖ്യം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എടുത്തിരുന്ന സംഗതിയാണ്. കാരണം നമ്മുടെ പൂർവ്വകാരണന്മാരിൽ നിന്ന് വന്ന പോയ എല്ലാ പാപങ്ങളും അവിടെ കൊണ്ട് തീർന്ന് നമ്മൾ പിന്നെ പുതിയൊരു മനുഷ്യനായിട്ട് രൂപാന്തരപ്പെട്ട് പിന്നെ നമ്മൾ ബാക്കി ഇവിടത്തേക്ക് ഇരുന്ന ആത്മീയതയിൽ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ടൊരു ഭാവി ജീവിതം ജീവിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് 1 കൊല്ലം മുമ്പ് ഞാൻ ഈ ആഭ്യന്തര ഹർമ്മ്യ ധ്യാനത്തിൽ സംബന്ധിക്കാനിടയായത്. ഈശോവിനെ സ്വന്തമാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെയധികം ധ്യാനങ്ങൾ കഴിഞ്ഞ 40 വർഷത്തിനുള്ളിൽ ഞാൻ കൂടിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നിലും ഇത്രമാത്രം ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വിശദമായ ഒരു പഠനം നടത്താനും ഒന്നും സാധിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ തവണ ആ ധ്യാനത്തിൽ കൂടിയപ്പോൾ വലിയൊരു അനുഭവമായിട്ട് അതെനിക്ക് മാറി. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തു. വളരെയധികം മണിക്കൂറുകൾ തന്നെ ഞാൻ ഇതിനു വേണ്ടി ചെലവഴിച്ചു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് വീണ്ടും ഒരു ധ്യാനം കൂടണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇത്തവണ ഈ ധ്യാനത്തിൽ സംബന്ധിക്കുവാൻ എനിക്ക് സർവേശ്വരൻ കരുണ ചെയ്തു. അങ്ങനെ ആ ധ്യാനത്തിൽ കൂടി ബഹുമാനപ്പെട്ട ജേക്കബ് മരിയദാസ് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഈ ധ്യാനം തീർച്ചയായിട്ടും എനിക്ക് വലിയ അനുഗ്രഹം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ആഴത്തിൽ യേശുവിനെ അറിയാനും കൂടുതൽ സ്നേഹിക്കാനും വിവിധ 7-ാം സദനത്തിലേക്ക് എങ്ങനെയാണ് കടന്നെത്തുന്നത് എന്നുള്ള വിശദമായിട്ടുള്ള ഒരു പഠനം നടത്താനൊക്കെ സാധിച്ചു. എല്ലാറ്റിനും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ്ക്ക് നന്ദി പറയുന്നു.
അവിടുത്തെ കാരുണ്യ കൃപ എൻ്റെ മേൽ സമർത്ഥമായി വർഷിച്ചതിനെ ഓർത്ത് വീണ്ടും ഞാൻ നന്ദി പറയുന്നു. ജേക്കബ് അച്ഛനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു.